ുള്ള അനുഭവങ്ങളാണ് നമ്മൾ കണ്ടത്. അവിടെ ശുചീകരണ പ്രവർത്തനം നടക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് രജീഷ് നരിക്കുനിയുണ്ട്. രജീഷ്, തിരുവനന്തപുരത്ത് അലേർട്ടുണ്ടോ? അജിംസ്, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മാത്രമാണ് നിലവിൽ അലേർട്ട് ഇല്ലാത്തത്. മറ്റ് എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ പുതിയ അപ്ഡേറ്റ് വരും. എന്തായാലും സംസ്ഥാനത്ത് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് 202 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇതുവരെ തുറന്നിട്ടുള്ളത്. 5792 പേരാണ് വിവിധ ക്യാമ്പുകളിലായി ഇപ്പോൾ കഴിയുന്നത്. 27 വീടുകൾ പൂർണ്ണമായും തകരുകയും 196 വീടുകൾക്ക് ഭാഗികമായി തകർന്നു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. ഒപ്പം തന്നെ മരണപ്പെട്ട കണക്ക് അത് 8 ദുരന്ത നിവാരണ അതോറിറ്റി ഏറ്റവും പുതിയ അപ്ഡേറ്റ് നൽകുന്നുണ്ട്. 13 പേർക്കാണ് പരിക്കേറ്റു. ഒപ്പം തന്നെ 8 പേരെ കാണാതായെന്ന കണക്കും ഇതുമായി ബന്ധപ്പെട്ട ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് പത്തനംതിട്ട, എറണാകുളം ജില്ലയിലുള്ള അച്ചൻകോവിൽ, ഒപ്പം തന്നെ എറണാകുളം ജില്ലയിലുള്ള മൂവാറ്റുപുഴ, തൊടുപുഴ സ്റ്റേഷനിലെ പുഴകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സാഹചര്യത്തിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. കോട്ടയത്തെ മീനച്ചിലാർ, തൃശൂരിലെ കരവന്നൂർ, കണ്ണൂരിലെ വളപട്ടണം, കാസർഗോഡ് കരിയാട്, മോഗ്രാൽ തുടങ്ങിയ നദികളിലും ഇത്തരത്തിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെയും ജലനിരപ്പ് ഉയരുകയാണ്. യാതൊരു കാരണവശാലും ഈ പറഞ്ഞ നദികളിൽ ഇറങ്ങാനോ മുറിച്ചു കടക്കാനോ പാടില്ലെന്ന കർശന നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. അപകടം ഉണ്ടാവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം സംസ്ഥാനത്ത് നേരത്തെ ക്യാമ്പുകളുടെ കാര്യം ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ ഉള്ളത് നിലവിൽ പത്തനംതിട്ട ജില്ലയിലാണ്. 66 ക്യാമ്പുകളാണുള്ളത്. 66 ക്യാമ്പുകളിലായി 1669 പേരാണ് വിവിധ ക്യാമ്പുകളിൽ ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ 35 ക്യാമ്പുകളും ഇതുമായി ബന്ധപ്പെട്ട് തുറന്നിട്ടുണ്ട്. 824 പേരെയാണ് കോട്ടയത്ത് വിവിധ ക്യാമ്പുകളിലായി ഇപ്പോൾ കഴിയുന്നത്. തിരുവനന്തപുരത്ത് 1, പത്തനംതിട്ടയിൽ 66, ആലപ്പുഴയിൽ 11, കോട്ടയത്ത് 35, ഇടുക്കിയിൽ 7, എറണാകുളത്ത് 10, തൃശൂരിൽ 4, മലപ്പുറത്ത് 7, കോഴിക്കോട് 25, വയനാട്ടിൽ 23, കണ്ണൂരിൽ 16, കാസർഗോഡിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനോടകം തന്നെ തുറന്നിട്ടുണ്ട്. ഒപ്പം തന്നെ വിവിധ ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നതിനായി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച റെഡ് അലേർട്ട് ഇപ്പോഴും തുടരുകയാണ്. അതിൽ മുഴിയാർ, കല്ലാർകുട്ടി, ലോവർ പെരിയാർ, കല്ലാർ, പെരിങ്ങൽകൂത്ത് തുടങ്ങിയ ഡാമുകളിലാണ് ഉയർന്ന ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നൊക്കെ തന്നെ ചെറിയ തോതിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുകയും ചെയ്യുന്നത്. എന്തായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും നാളത്തോടുകൂടി ഒരു പക്ഷേ മഴയ്ക്ക് അല്പം ശമനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ഒപ്പം തന്നെ KSTM ഒക്കെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ അറിയിക്കുന്നത്. നിലവിൽ അപ്ഡേറ്റ് പ്രകാരം 12 ജില്ലയിൽ തന്നെ ഇത്തരത്തിൽ ഓറഞ്ച് അലേർട്ട് തുടരുകയാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ഒപ്പം തന്നെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള തീരത്ത് കടൽക്ഷോഭങ്ങളും ഒപ്പം തന്നെ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും പാടില്ലെന്ന കർശന നിർദ്ദേശവും ഒക്കെ ഇതിന്റെ ഭാഗമായി നൽകുന്നുണ്ട്. എന്തായാലും ജാഗ്രത പാലിക്കുക എന്ന് തന്നെയാണ് നൽകിയിട്ടുള്ളത്. തുടർച്ചയായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഇപ്പോഴും നൽകുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പുതിയ അപ്ഡേറ്റ് വരും. എന്തായാലും സംസ്ഥാനത്ത് മഴ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അല്പം ശമനത്തിലേക്ക് പോകാനാണ് സാധ്യത എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന അറിയിപ്പ്. അജിംസ്.